നമ്മളുടെ ഉമ്മമാരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം. ഇവർക്ക് കുറേ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ഉണ്ടാവും മനസ്സിൽ. പക്ഷെ ഇതൊന്നും നമ്മളെ അടുത്ത് തുറന്ന് പറയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹിൻഡ് പോലും നമുക്ക് തരില്ല എന്നുള്ളതാണ് സത്യം. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അതിൽ ദേഷ്യമോ പരിഭ്രമങ്ങളോ പരാതികളോ ഒന്നും ഉണ്ടാവില്ല. അവർ മെയിനായിട്ട് ചിന്തിക്കുന്നത് അവർക്ക് എൻ്റെ മക്കൾക്ക് ഓൾറെഡി ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് ഈ കുടുംബങ്ങളൊക്കെ നോക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരികയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മക്കളെ ബുദ്ധിമുട്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരൊന്നും പറയാത്തത്. അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്കൊരു പ്രയാസം വരരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പറയാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. അല്ല, ഒരു പക്ഷെ അവരെന്നും ടൗണിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഹോട്ടൽ കാണുന്ന അവിടുത്തെ ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നു. അപ്പം വിചാരിക്കും എനിക്ക് ഇതൊക്കെ ഒന്ന് പോയി കഴിച്ചിരുന്നെങ്കിലെന്നൊക്കെ ചിന്തിക്കുന്നു. അത്രയും വളരെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവർ തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ സാലറി വരുന്ന സമയത്ത് നമ്മൾ കുടുംബത്തിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ചെറിയൊരു, നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് കോളേജ് ഫീസും ബസ് ഫെയറും എല്ലാം നമുക്ക് തരുന്നുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഒരു പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാറില്ലേ? അതുപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കൾക്ക് ഒരു പോക്കറ്റ് മണി ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ സാലറി കിട്ടുന്ന സമയത്ത് ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ മാസവും. അത് നമ്മൾ കൊടുത്താലും അവർ എല്ലാം കൊണ്ടുപോയി ചിലവാക്കിയൊന്നുമില്ല. അതിൽ നിന്ന് മിച്ചം പിടിച്ച് അവർ കയ്യിൽ വെക്കുകയൊക്കെ ചെയ്യും, അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പറയും, എടാ മോൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പൈസ ഉണ്ടല്ലോ, നീ അന്ന് തന്നത്, എന്നാൽ പിന്നെ അതെടുത്ത് നീ ചെയ്തോളൂ എന്ന് പറയുകയും ചെയ്യും. അപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ ഇത് വാങ്ങിച്ച് അത് എങ്ങനെയെല്ലാം തീർക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ ഒരു പോക്കറ്റ് മണി സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവരവരുടെ ഏട്ടത്തിയുടെയോ അനിയത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരുടെ കൂടെയോ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ തൊട്ടുള്ള അയൽവാസികൾ ഫ്രണ്ട്സുകളായിട്ട് അവരുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒന്നുമില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നൊരു പൈസ എടുത്ത് ഒരു വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർക്ക് ഒരു വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് തോന്നുകയും അവർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം കൂടെ തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും നമ്മളുടെ ഉമ്മമാർ ഫിനാൻസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. നമ്മളൊരു മാസത്തിൽ ഒരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയും ഫുഡിൻ്റെയും എല്ലാ ഫോൺ ബില്ലും എല്ലാ കാര്യങ്ങളും കഴിച്ചൊരു ഒരു എമൗണ്ട് അവർ മിച്ചം വെക്കും എന്നുള്ളതാണ്. പലപ്പോഴും പല മാതാപിതാക്കളും കാൽവേദന കൈവേദന ഒക്കെ അവർ അങ്ങേയറ്റം എത്തുന്ന സമയത്തായിരിക്കും മക്കളെടുത്ത് പറയുന്നുണ്ടാവും. മാക്സിമം അവർ പല മരുന്നുകളും അപ്ലൈ ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കും എന്നുള്ളതാണ്. കാരണം മക്കളുടെ അടുത്ത് പറയണ്ടേ, അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവർ പറയാതിരിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പോയി ഒരു ഹോസ്പിറ്റലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്തും. അപ്പം ഉമ്മമാർക്ക് പോക്കറ്റ് മണി കൊടുക്കാൻ മറക്കരുത്.